ഇവരുടെ കുറച്ച് ഫേവറേറ്റ് ആൾക്കാരുണ്ട്, അവർക്ക് മാത്രമേ ഗോൾഡൻ ബമ്പർ കൊടുക്കൂ. ഇതിനൊന്നും വേറെ പണിയില്ലടാ, ഈ വല്ല പണിക്കും പോടാ ഊളകളെ എന്നൊക്കെ പറയത്തില്ല. ഇതിന് നമ്മൾ ടി വിക്കകത്ത് കാണുന്നത് കട്ട് ചെയ്ത് വരുന്ന സാധനം കാണും. ഓൺ സ്പോട്ടിലിരുന്ന് കാണുന്ന അവിടെ എത്രയോ പേര് വന്നിരുന്ന് കാണുന്നവരാ. ഈ സാധനം എന്ന് പറയുന്നത് ഇവിടെ കട്ട് ചെയ്യുന്ന എടുക്കുന്ന ഒരു പരിപാടികളില്ല. തുടങ്ങിയാൽ അവിടെ കൊണ്ട് തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഇരിക്കുന്ന ആ 3 പേര് കേട്ടോ, അതൊരു ഫാമിലിയാണ്. മഞ്ജു ചേച്ചി പണ്ട് കൽപ്പന ചേച്ചി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായി മഞ്ജു ചേച്ചി. അസീർക്കൊക്കെ നേരത്തെ ഞാനൊക്കെ ആലോചിച്ചു പുള്ളിക്ക് ഭയങ്കര ഗൗരവക്കാരനിരിക്കുന്നു. ഒരിക്കലും അല്ലോ കേട്ടോ, ഒരുപാട് താരങ്ങൾ വന്നിട്ടില്ലേ എന്റെ പൊന്നെ. അസീർക്കൊക്കെ എന്തൊക്കെ പറഞ്ഞേക്കുന്നത് ഒരു മനുഷ്യല്ലേ. അവർ നമ്മളെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണ്. ചിലരാണെങ്കിൽ തിരിച്ച് പറയും പറ്റത്തില്ലെന്ന് പറയും. ഇവിടെ ഒരു അമ്മച്ചി വന്നു കേട്ടോ. ഈ അമ്മച്ചിക്ക് +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മോളുണ്ട്. ഈ അമ്മച്ചിയുടെ ഹസ്ബൻഡിന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള. അപ്പോൾ ഈ അമ്മയ്ക്ക് ഇതിനോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം കാരണമാണ് ഈ അമ്മയോട് വന്നിരിക്കുന്നത്. ആ കൊച്ചിന് സ്കൂളിൽ പോകണം. ഈ കൊച്ച് സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ അച്ഛനെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ കൊണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെയും ഒരാഗ്രഹത്തിന് പുറത്ത് എവിടെ വരുന്നത്. സാധാരണപ്പെട്ടവന്റെ ഫ്ലോറാ. ഈ ചില കളിയാക്കുന്ന ആൾക്കാരുണ്ട്, ചൊറിയുന്ന ആൾക്കാരുണ്ടല്ലോ. ഒരുത്തം ഒരു ചോദിച്ചു, എടാ നീയൊക്കെ എന്നാടാ ടി വിക്കകത്ത് കിടന്ന് കാണിക്കുന്നത്, നിനക്കൊന്നും വേറെ പണിയില്ല, നിനക്കല്ല പണിക്കും പോകാൻ പറ്റില്ലെന്ന് ചോദിച്ചു. ഉടനെ ഈ പുള്ളി പറയാം, എടാ നിൻ്റെയൊക്കെ ജന്മത്തിൽ നീയൊക്കെ എത്ര ജന്മം എടുത്തെന്ന് പറഞ്ഞാലും ഇതുപോലൊരു മോഹം ആ ടി വിക്കകത്ത് വരില്ല. നിൻ്റെ വീട്ടിൽ ഈ ടി വിക്കകത്ത് നിൻ്റെ മോഹം വരില്ല. അല്ല പറഞ്ഞുണ്ടെങ്കിൽ നീ ആരെങ്കിലും കൊല്ലണം, അതിൽ ഏതിൽ പെണ്ണിനെ പീഡിപ്പിക്കണം, വാർത്തയിൽ നിൻ്റെയൊക്കെ വരുവുള്ളെന്ന്. ഇത് പറഞ്ഞില്ലേ, ഇതൊരു ഭാഗ്യം. അത് എല്ലാവർക്കും കിട്ടുന്ന സാധനം അല്ലത്. ചേട്ടനൊക്കെ ആണെങ്കിൽ തന്നെ ഫാമിലി ഫംഗ്ഷൻസ് വരുമല്ലോ, അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ചെല്ലുമ്പോ എങ്ങനെയാണ്? ആദ്യം പുള്ളി ഇതുപോലത്തെ ഒരു കൂളിംഗ് ഗ്ലാസ് കിട്ടും. നമ്മള് വലിയ സീരിയസ് ആണ് ആളെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. ആരോട് പറയാനാ? ഗ്രാൻഡ് മെൻഷൻ. ഞാൻ എൻ്റെ ഒരു ബർത്ത്ഡേ എനിക്കറിയത്തില്ലായിരുന്നു, ഒരു ബർത്ത്ഡേ അന്നാന്ന് ജീവിതത്തിൽ കിട്ടിയ ഒരു ഭാഗ്യമാണ്. വാണി വിശ്വനാഥ് കേക്കെടുത്ത് വായിത്തുന്നു. അനീഷേട്ടാ ഞാന് സഹകരിക്കാനൊക്കെ നല്ല കുഞ്ഞുങ്ങള് ഇപ്പൊ ഈ ഒരു ഫീൽഡിലോട്ട് വരണോന്ന് പറയുമ്പോ എന്തായിരിക്കും ഉപദേശം കൊടുക്കുക? കറക്റ്റ് പേയ്മെന്റ് എന്റെ അക്കൗണ്ടിൽ